ചങ്ക് പറിച്ച് നൽകി PC. BJPക്ക് വൻ പിന്തുണയുമായി PC ജോർജ്. NDA കേരളത്തിൽ 4 സീറ്റുകൾ നേടും. പത്തനംതിട്ടയിൽ സുരേന്ദ്രന് വോട്ട് ചെയ്യും. തിരുവനന്തപുരത്ത് 20-ന് റോഡ് ഷോ നടത്തും. NDAയുടെ ഘടകകക്ഷിയായതോടെ കേരള ജനപക്ഷം ചെയർമാൻ PC ജോർജ് MLA പ്രവർത്തകർക്ക് വലിയ ആവേശമാണ് നൽകുന്നത്. കോഴിക്കോട് കടപ്പുറത്ത് വിജയ് സങ്കൽപ് റാലിയിലാണ് അദ്ദേഹം പ്രവർത്തകരെ ആവേശത്തിലാക്കിയത്. കേരളത്തിൽ NDA 4 സീറ്റുകൾ നേടുമെന്നാണ് PC ജോർജ് പറയുന്നത്. പത്തനംതിട്ടയിൽ താൻ K സുരേന്ദ്രന് വോട്ട് ചെയ്യും. അദ്ദേഹം MP ആയെന്ന് ഇപ്പോൾ തന്നെ കണക്കാക്കിക്കൊള്ളൂ. തിരുവനന്തപുരത്ത് 20-ന് താൻ റോഡ് ഷോ നടത്തുന്നുണ്ട്. അവിടുത്തെ സ്ഥാനാർത്ഥി ഇപ്പോഴേ MP ആയെന്ന് കണക്കാക്കാം. മറ്റ് 2 സീറ്റുകൾ കൂടി നേടും. അത് ഏതൊക്കെയാണെന്ന് ഇപ്പോൾ പറയുന്നില്ലെന്നും ജോർജ് പറഞ്ഞു നിർത്തുന്നു. അതേസമയം ശബരിമല വിശ്വാസ സംരക്ഷണത്തിനുള്ള പോരാട്ടത്തിൽ ഉറച്ചു നിൽക്കുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ PS ശ്രീധരൻപിള്ള പ്രഖ്യാപിച്ചു. അതിനെ എതിർക്കാൻ ആർക്കുമാകില്ല. NDA പ്രകടന പത്രികയിൽ ശബരിമലയോടുള്ള പ്രതിബദ്ധത വ്യക്തമാക്കിയതിൽ പ്രധാനമന്ത്രിയോട് നന്ദിയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. CPM സ്വന്തം പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്ന അവസാന തിരഞ്ഞെടുപ്പാണിതെന്ന് BJP ദേശീയ കൗൺസിൽ അംഗം PK കൃഷ്ണദാസ് പരിഹസിച്ചു. ദയനീയ പരാജയം മുൻകൂർ സമ്മതിക്കുന്നതിലാണ് രാഹുൽ ഗാന്ധി വയനാട് ചുരം കയറിയതെന്നും അദ്ദേഹം പറയുന്നു. എല്ലാ മതക്കാർക്കും തുല്യ പരിഗണനയും സംരക്ഷണവും ലഭിച്ചത് മോദിയുടെ ഭരണകാലത്താണെന്ന് BDJ സംസ്ഥാന അധ്യക്ഷനും വയനാട് മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥിയുമായ തുഷാർ വെള്ളാപ്പള്ളി പറയുന്നു. രാഹുലിന്റെ റോഡ് ഷോയിൽ വയനാട്ടുകാരല്ല മറ്റു ദേശക്കാരാണ് പങ്കെടുത്തത്. തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നും ആളുകളെ കൊണ്ടുവരേണ്ട ഗതികേടിലാണ് കോൺഗ്രസുകാരെന്നും തുഷാർ പറയുന്നു. അയ്യപ്പസ്വാമിക്ക് താമര കൊണ്ട് പൂമാല തീർക്കാനാണ് ഭക്തർ ഇക്കുറി പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നതെന്ന് വടകരയിലെ സ്ഥാനാർത്ഥി VK സജീവൻ പറയുന്നു. വിശ്വാസ സംരക്ഷണത്തിനായുള്ള ജയിൽവാസം പൂമാലയായാണ് കണക്കാക്കുന്നതെന്ന് കോഴിക്കോട്ടെ സ്ഥാനാർത്ഥി KP പ്രകാശ് ബാബുവും വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പങ്കെടുപ്പിച്ച് NDA സംഘടിപ്പിച്ച വിജയ് സങ്കൽപ് റാലി 10,000ങ്ങളുടെ സാന്നിധ്യം കൊണ്ട് വൻ വിജയമായി എന്നാണ് റിപ്പോർട്ട്. അലതല്ലുന്ന ആവേശത്തിലായിരുന്നു ഇന്നലെ കോഴിക്കോട്. ചൂട് വകവയ്ക്കാതെ ഉച്ച മുതൽ പ്രവർത്തകർ കോഴിക്കോട് കടപ്പുറത്തേക്ക് ഒഴുകി. മോദി മുദ്ര പതിപ്പിച്ച ടീഷർട്ട് ബാഡ്ജ് ബാനറുമേന്തി യുവാക്കളാണ് സമ്മേളന നഗരിയിൽ താരമായത്. വ്യത്യസ്ത രീതിയിലുള്ള മുദ്രാവാക്യങ്ങളും ആവേശമായി. ഛത്രപതി ശിവജിയുടെ ചിത്രം ആലേഖനം ചെയ്ത കാവിക്കൊടി തരംഗമായി. പ്രവർത്തകർ കൂറ്റൻ കൊടികൾ ഉയർത്തിയും വീശിയുമാണ് മോദിയെ സ്വീകരിക്കാനെത്തിയത്. ജനാവലിയുടെ കുത്തൊഴുക്കിൽ നഗരം നിശ്ചലമായി. പാതയോരങ്ങളും കെട്ടിടങ്ങൾക്ക് മുകളിലും ജനം നിറഞ്ഞു. പൊതുയോഗം തുടങ്ങുമ്പോഴും കടപ്പുറം നിറഞ്ഞു കവിഞ്ഞു. നേതാക്കൾ സംസാരിക്കുമ്പോഴും ആളുകൾ പ്രകടനമായി എത്തിക്കൊണ്ടിരുന്നു. വൈകിട്ട് 6:30-യോടെ പ്രധാനമന്ത്രി കരിപ്പൂർ വിമാനത്താവളത്തിലും 7:30-യോടെ കടപ്പുറത്തെ വേദിയിലുമെത്തി. ഇതോടെ ആവേശം വാനോളമായി. കാതടപ്പിക്കുന്ന മുദ്രാവാക്യം വിളികളോടെ പ്രധാനമന്ത്രിക്ക് വരവേൽപ്പ്. തുടർന്ന് ഉദ്ഘാടന പ്രസംഗം. ഇടത് വലത് മുന്നണികളെ കണക്കിന് വിമർശിക്കുമ്പോൾ കൈയടിച്ചും വിസിൽ മുഴക്കിയും പ്രവർത്തകർ ആവേശം കൊണ്ടു. പ്രസംഗത്തിന് ഇടവേളകൾ നൽകി പ്രവർത്തകരുടെ ആവേശം വർദ്ധിപ്പിക്കാനും പ്രധാനമന്ത്രി മറന്നില്ല. കാസർഗോഡ് മുതൽ പാലക്കാട് വരെയുള്ള NDA സ്ഥാനാർത്ഥികൾ വേദിയിൽ അണിനിരുന്നു. സംസ്ഥാനത്തെ BJP നേതാക്കന്മാർക്ക് പുറമെ ഘടകകക്ഷി നേതാക്കളും വേദിയിലെത്തി. വൻ സുരക്ഷാ സജ്ജീകരണങ്ങളാണ് ബീച്ചിൽ ഒരുക്കിയിരുന്നത്. 10 SP-മാർ, 5 അഡീഷണൽ SP-മാർ, 30 DYSP-മാർ എന്നിവരുടെ നേതൃത്വത്തിൽ 2000 പോലീസുകാരെ വിന്യസിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.